ഈ കുട്ടിക്ക് ഇപ്പോൾ 7 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത് ഇത്തരത്തിൽ കുട്ടികളുടെ പ്രായം ഒരുപക്ഷെ ഒരു ഘടകമാകുന്നതായിരിക്കുമോ? കാരണം വാക്സിൻ എടുത്തിട്ടും ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് തരേണ്ടത്. പക്ഷേ ഒരു കുട്ടികളുടെ പ്രായം ഒരു ഭാഗമായി കാണാൻ പറ്റുമോ? പ്രായം പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പ്രായം എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വലിപ്പം വളരെ കുറവാണ്. സാധാരണ നിലയിൽ പ്രായമുള്ള ഒരാളെ തെരുവുനായ കടിക്കുകയാണ് എങ്കിൽ നമുക്കൊരു പക്ഷേ ഈ മുട്ടിന് താഴെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ വയറിന് താഴെയൊക്കെയാണ് കടിയേൽക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങളെ കടിക്കുമ്പോൾ ഒരുപക്ഷെ തലയ്ക്ക് കടിയേറ്റേക്കാം. അതോടൊപ്പം തന്നെ അവർക്ക് ഈ അണുബാധ കൂടുതലായി ഏൽക്കാനുള്ള സാഹചര്യങ്ങൾ പലതുമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മലപ്പുറത്തെ കേസാണെങ്കിൽ തലയ്ക്കായിരുന്നു ആ കുഞ്ഞിന് കടിയേറ്റിരുന്നത്. അതിനാൽ തന്നെ ആ വിഷബാധ വേഗത്തിൽ തന്നെ ആ കുഞ്ഞിനെ ഏൽക്കാനുള്ള ഒരു അവസ്ഥ വന്നിരുന്നു. അങ്ങനെ തന്നെയാണ് പത്തനംതിട്ടയിലെ സംഭവം ഉണ്ടായത്. ഈ മുറിവ് തുന്നിക്കെട്ടുകയും അതോടൊപ്പം തന്നെ ഈ മുറിവ് കഴുകുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഇവരുടെ ഭാഗത്തു നിന്നും ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. കടിയേറ്റ് ഈ കൊല്ലത്തെ കാര്യം പറയുകയാണെങ്കിൽ കടിയേറ്റ് അരമണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാനും ആശുപത്രിയിൽ എത്തിച്ച് വാക്സിന്റെ ആദ്യ ഡോസ് നൽകാനും അവർക്ക് കഴിഞ്ഞിരുന്നു. വൈകുന്നേരത്തോടു കൂടി ഈ പ്രതിരോധ സെറവും നൽകാൻ കഴിഞ്ഞു. പക്ഷേ കുഞ്ഞുങ്ങളായതിനാൽ ഞരമ്പിനൊക്കെയാണ് കടിയേറ്റത് എങ്കിൽ ആ വിഷബാധ ശരീരത്തിലേക്ക് കടക്കുന്നതിന് കുറച്ച് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഡോക്ടർമാരൊക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ ഈ കേസും സംഭവിച്ചത്. ഈ കുഞ്ഞിനാണെങ്കിൽ കയ്യിൽ കടിയേറ്റ ഭാഗത്തെ മുറിവ് ഉണങ്ങുക വരെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഉണങ്ങിയിരുന്നതുകൊണ്ട് വീട്ടുകാരും കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ചിന്ത. അതിനുശേഷമാണ് പലപ്പോഴും അതൊരു ഘടകമായി മാറാറുണ്ടോ അമൽ? കാരണം ചിലപ്പോ ഈ മുറിവ് സാരമുള്ളതല്ല എന്ന് കരുതി ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതൊന്ന് ഡ്രസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു ആശ്വാസത്തിന്റെ രീതിയിലായിരിക്കും പാരന്റ്സ് ഒക്കെ ചെയ്യുക. പക്ഷേ ഇത് പല സമയത്തും കുറച്ച് കഴിയുമ്പോൾ അപകട നിലയിലേക്ക് എത്തുന്ന ഒരു പ്രവണത കൂടി ഉണ്ടല്ലേ? ഈ കുട്ടിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അന്ന് കടിയേറ്റ 8-ാം തീയതി ആദ്യ ഡോസ് വാക്സിൻ എടുത്തു, സെറം എടുത്തു. അതിനുശേഷം പിന്നീട് 11-ാം തീയതിയാണ് ഈ കുട്ടിയോട് ആശുപത്രിയിലേക്ക് വരാൻ പറയുന്നത്. 11-ാം തീയതി 2ാമത്തെ ഡോസ് വാക്സിൻ എടുത്തു. 15-ാം തീയതി പോയി 3ാമത്തെ ഡോസ് വാക്സിനും എടുത്തു. അങ്ങനെ വാക്സിന്റെ സമയപരിധി എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നാളെയാണ് അവസാന ഡോസ് വാക്സിൻ എടുക്കാനുള്ള ദിവസം എന്ന് പറയുന്നത്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ കുഞ്ഞിനൊരു ചെറിയ പനി വന്നു. അങ്ങനെ ഇവർ ആദ്യം അവിടുത്തെ പുല്ലൂരത്തെ ആശുപത്രിയിലേക്ക് ചെന്നു. ആശുപത്രിയിൽ ചെന്നപ്പോഴും ഇത്തരം ഒരു പ്രശ്നമാണ് എന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. ഒരു പനിയാണ്. പക്ഷെ അപ്പോൾ ഈ പട്ടി കടിച്ച കാര്യം കൂടി ഇവർ പറഞ്ഞു. അങ്ങനെയാണ് ഒരു പരിശോധന നടത്തുന്നതും കുട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതും. അതിനുശേഷം പിന്നീട് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായി. അതിനെ തുടർന്നാണ് തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് മാറ്റാനൊരു നിർദ്ദേശം നൽകിയതും കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതും. ഇവിടേക്ക് കൊണ്ടുവരുമ്പോഴേക്കും പക്ഷേ വേഗത്തിൽ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യനില അങ്ങേയറ്റം മോശമായിരുന്നു. ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം സൂപ്രണ്ടിന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിരുന്നു ആ ദിവസം. അന്ന് സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ എല്ലാവിധത്തിലും ശ്രമിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ വിഷബാധയായതിനാൽ തന്നെ ഇതിന്റെ മരണനിരക്ക് വളരെ കൂടുതലാണ്. വിഷബാധ ഏറ്റിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഉള്ള റിക്കവറി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് സാധാരണ ആളുകൾക്ക് അങ്ങനെ പ്രശ്നം വരുന്നതല്ല. പക്ഷെ ഈ കാര്യത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു. അതെന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. 3 കേസുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അങ്ങേയറ്റം നിരാശാജനകമായ വാർത്തയാണ്. ആ കുഞ്ഞിന്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ ആ ഒരു കുടുംബമാണ്. അവർ കഴിഞ്ഞ ദിവസം ആ അമ്മയുടെ പ്രതികരണമൊക്കെ കണ്ടതാണ്. നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങേയറ്റം നിരാശാജനകമായ വാർത്തയാണ് രാവിലെ നൽകാനുള്ളത്.